നമ്മൾ പലപ്പോഴും ലിവറേജിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ലിവറേജ് എന്ന് പറയുന്നത് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അതായത് വളരെ ചെറിയൊരു എഫേർട്ടിൽ നമുക്ക് വലിയൊരു റിസൾട്ട് കിട്ടുന്നതിനെ നമുക്ക് ലിവറേജ് എന്ന് വിളിക്കാം. എനിക്ക് ബിസിനസ് ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത്, ട്രെയിനിങ് എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു ലിവറേജ് എടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ടൂളാണ്. സോ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ഡെവലപ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ ഒരു ട്രെയിനിങ് ഫിലോസഫി നിങ്ങൾക്കുണ്ടായിരിക്കണം, കൃത്യമായ ഒരു ട്രെയിനിങ് ഷെഡ്യൂൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. കാരണം ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ലിവറേജിങ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ എൻഹാൻസ് ചെയ്യാൻ, നിങ്ങളുടെ ടേൺ ഓവറിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ, നിങ്ങളുടെ പ്രോഫിറ്റിനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ഒരു 6 months അല്ലെങ്കിൽ ഒരു 1 yearലേക്ക് നിങ്ങൾക്ക് കൃത്യമായ ഒരു ട്രെയിനിങ് പാറ്റേൺ ഉണ്ടെങ്കിൽ, ഒരു ട്രെയിനിങ് ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ, ആ ഒരൊറ്റ ലിവറേജിങ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അത് മാത്രമല്ല, പേഴ്സണലി നമ്മൾ കൃത്യമായ ഒരു ട്രെയിനിങ് പാറ്റേൺ നമുക്കുണ്ടെങ്കിൽ നമുക്കും പല കാര്യങ്ങളിലും വലിയ രീതിയിലുള്ള ലിവറേജ് എടുക്കാൻ സാധിക്കും. ഓർക്കുക, ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ലിവറേജിങ് ടൂളാണ്. നിങ്ങളുടെ സ്കില്ല് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ, നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ, പുതിയ ഒരുപക്ഷെ ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ കുറെ കൂടി വേഗതയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനെല്ലാം നിങ്ങൾക്ക് ട്രെയിനിങ് ഉപകാരപ്പെടും. പലപ്പോഴും ആളുകൾക്ക് ട്രെയിനിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പുതിയ കാര്യം പഠിക്കാനുള്ള വിമുഖത കൊണ്ട് പലപ്പോഴും പലരും പുറകോട്ട് പോകുന്നത് കാണാറുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ട്രെയിനിങ് എന്ന് പറയുന്നത് ലിവറേജിങ് തരുന്ന ഒരു സ്കില്ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർഗനൈസേഷനിലും നമുക്കും കൃത്യമായ രീതിയിൽ ഒരു ട്രെയിനിങ് പാറ്റേൺ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്, ഒരു ട്രെയിനിങ് ഷെഡ്യൂൾ ഫിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് പോകാൻ കഴിയണം. സോ ട്രെയിനിങ്ങിൻ്റെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കുക.